മഞ്ചേശ്വരം MLA ആയിട്ടുള്ള ഈ ദൗത്യത്തിൽ എല്ലാ തരത്തിലും വലിയ തോതിൽ പങ്ക് വഹിച്ചിട്ടുള്ള മഞ്ചേശ്വരം MLA AK അഷ്റഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടേക്കുള്ള പ്രൊസീജിയേഴ്സൊക്കെ, ഇനി എന്തൊക്കെയാണ് കടക്കാനുള്ളത് നമുക്ക് നടപടികൾ? എല്ലാം പൂർത്തിയായി. ഞാനിപ്പോൾ അവസാനം കാർവാർ മെഡിക്കൽ കോളേജിൻ്റെ ഡീൻ ആൻഡ് ഡയറക്ടർ ഗജാനന അദ്ദേഹത്തോട് നമ്മുടെ DNA സർട്ടിഫിക്കറ്റ് കിട്ടി മാച്ച് ചെയ്ത. അതിനുശേഷം ഒരു സർക്കാർ തല ഒരു സഹായധനം വിതരണം ചെയ്യാനുണ്ട്. അത് ബഹുമാൻ സതീശൻ ശൈൽ MLA ഇവിടെ എത്തിയ ഉടനെ അർജുൻ്റെ ഫാമിലിക്ക് ഇവിടെ അത് കൈമാറും. ആംബുലൻസ് എത്തി, എല്ലാം റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറോട് കൂടി നമ്മൾ ഇവിടെ നിന്ന് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടുത്തെ MLAയും അവിടെ അർജുൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. മഞ്ചേശ്വരത്ത് വെച്ച് ആദ്യമായിട്ട് താങ്കളുടെ കൂടി മണ്ഡലത്തിലേക്കാണ് അർജുൻ എത്തുന്നത്, വീണ്ടും ജീവനറ്റ ഒരവസ്ഥയിലെത്തുന്നത്. അവിടെ നിന്ന് ഏറ്റുവാങ്ങാൻ നമ്മുടെ നാടിൻ്റെ പ്രതിനിധികളുണ്ടാവും? തീർച്ചയായും എല്ലാവരും വിളിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അതിർത്തി കിടക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഓരോ ആളുകളും വിളിക്കുന്നുണ്ട്. റിത്ത് സമർപ്പിച്ച് അതിർത്തിയിൽ സ്വീകരിക്കും, അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതിനൊരു ചെറിയ തടസ്സം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ രാത്രിയാണ് യാത്ര. കാരണം ഒരു 5-6 മണിക്ക് അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ഡിലേ വരുത്താത്ത രീതിയിൽ. രാവിലെ മുതൽ DNA പിന്നെ മാച്ചിൽ പോലും വലിയ രീതിയിലുള്ള ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായി. അത് കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായി നമുക്ക് ഏതായാലും അത് ക്ലിയർ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പിന്നെ സംതൃപ്തി. ഏകദേശം നമുക്ക് എത്ര മണിയാകുമ്പോൾ കോഴിക്കോട് എത്തിച്ചേരാൻ സാധിക്കും? നമ്മളിവിടെ നിന്ന് 6 മണിക്ക് പുറപ്പെട്ടാൽ 10 മണിക്കൂറാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുലർച്ചയോടുകൂടി അർജുൻ്റെ വീട്ടിലെത്താൻ കഴിയും. ഇപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ആംബുലൻസിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എപ്പോഴും ദീർഘദൂര യാത്രകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, അത് ജോലിയായും അതുപോലെ തന്നെ വിനോദയാത്രകളൊക്കെ ആയാലും വലിയ തോതിൽ തന്നെ യാത്രകളെ ഇഷ്ടപ്പെട്ടിരുന്ന അർജുൻ ഇപ്പോൾ ഒടുവിൽ ജീവനറ്റ് തൻ്റെ പ്രിയപ്പെട്ട കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നത്. ഇത്രയും ദിവസം ബന്ധുക്കളൊക്കെ തന്നെ അവിടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ആ ദൗത്യത്തിനൊപ്പമായിരുന്നു. അവരൊക്കെ തന്നെ എല്ലാം സജ്ജമായി നാട്ടിലേക്ക്, ആ നാടിനോട് വിട പറഞ്ഞ് തിരികെ എത്താനുള്ള തയ്യാറെടുപ്പൊക്കെ പൂർത്തിയാക്കിയല്ലേ? അതെ, തീർച്ചയായും. കാരണം അവസാനവട്ടമായിട്ടുള്ള ചെറിയ ചില പേപ്പർ വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഇനി DNA സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കേണ്ടതായുണ്ട്. അതുപോലെ അർജുൻ്റെ കുടുംബം ഏറ്റവും അവസാനം ചില പേപ്പർ വർക്കുകൾ പൂർത്തീകരിക്കേണ്ടതായുണ്ട്. പിന്നീട് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട സഹായധനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ച കൂടി നടക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. ഏകദേശം 6 മണിയോടുകൂടി തന്നെ അർജുന് കർണാടക ഏറ്റവും അവസാനമായി എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി വിട നൽകും എന്നാണ് നമ്മൾക്കിപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജീഷ്, അതായത് ഇനിയിപ്പോൾ 10 മണിക്കൂർ, 6 മണിക്ക് കൃത്യം 6 മണിക്ക് തന്നെ തിരിക്കുമല്ലേ? അങ്ങനെയെങ്കിൽ ഒരു 10 മണിക്കൂർ എടുക്കുള്ളൂ പുലർച്ചയോടുകൂടി എത്തുക. ആറു മണിക്ക് കൃത്യം ഇവിടെ നിന്ന് പുറപ്പെടാൻ സാധിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ്. 10 മണിക്കൂർ നേരമാണ് യാത്ര ചെയ്യാനായി, പ്രത്യേകിച്ച് ഒരു ആംബുലൻസ് കൂടി ആയതുകൊണ്ട് 10 മണിക്കൂർ സമയമാണ് ഇപ്പോൾ അധികൃതർ ഇവിടെ നിന്ന് കണക്ക് കൂട്ടുന്നത്. ഒരുപക്ഷെ ചെറിയ തോതിൽ നമ്മൾക്കറിയാം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലൊക്കെ തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള ഗതാഗത കുരുക്കുകളൊക്കെ തന്നെ രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും അതിരാവിലെ തന്നെ അർജുനെ കണ്ണാടിക്കൽ എത്തിക്കാനാവും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നു. എല്ലാവിധത്തിലുള്ള അങ്ങനെ 73 ദിവസം മുൻപ് ഈ നാട്ടിൽ നിന്നും പുറപ്പെട്ട ആ യുവാവ് തിരിച്ച് ചേതനയേറ്റ് ഈ നാട്ടിലേക്ക് ശരീര അവശിഷ്ടങ്ങളുമായി അങ്ങനെ ബന്ധുക്കളൊക്കെ എത്തുകയാണ്. DNA ഫലം പോസിറ്റീവാണ്, അർജുൻ്റെ തന്നെയാണ് ഈ ശരീരഭാഗങ്ങൾ എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.